ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് സാറ്റർഡേ, എനിക്ക് അവധിയാണ്. ഇന്നത്തെ എൻ്റെ അടുക്കള വിശേഷങ്ങളാണ് കൂട്ടുകാരെ. രാവിലെ ഇന്ന് ചായയൊക്കെ ഇട്ട് ഇനി അടുത്ത എൻ്റെ പരിപാടി ദോശ, കടല. വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ കൂടുതൽ സൗകര്യം. അതുകൊണ്ട് ഞാനിന്ന് എൻ്റെ ദോശ കടലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാം കൂട്ടുകാരെ. ആദ്യമേ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യമേ ഞാൻ കുക്കറിൽ കടല ഒരു 4 വിസിലടിച്ചത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്ന ചേരുവകളാണ്: ഒരു ഫ്രൈങ് പാൻ അടുപ്പിൽ വെച്ചു, ചൂടാക്കി അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് കടുകും ചേർത്തു. ഇനി അതിലേക്ക് സവാള 2 എണ്ണം, ഒരു 4 അല്ലി വെളുത്തുള്ളി ഇവ അരിഞ്ഞ് വെച്ചിരിക്കുന്നു. അത് നമുക്ക് ആഡ് ചെയ്യാം. കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് സവാള, വെളുത്തുള്ളി ഇവ ആഡ് ചെയ്യാം. അങ്ങനെ സവാള നല്ലതുപോലെ വഴറ്റുകയാണ്. വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം. കൊളസ്ട്രോളിന് അത്ര നല്ലതല്ല തേങ്ങാക്കൊത്ത്. അതുകൊണ്ട് ഞാൻ നമുക്കുള്ള ആരോഗ്യത്തിന് അനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസാണ് ചേർക്കുന്നത്. ഇതിനകത്ത് നമുക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യാം, ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. പിന്നെ കൊച്ചുള്ളി വേണമെങ്കിൽ ചേർക്കാം, അവരവരുടെ യുക്തിക്കനുസരിച്ച്. ചെറിയ ഉള്ളി ചേർത്താൽ കൂടുതൽ. അങ്ങനെ സവാള ചെറിയ തീയിലിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇങ്ങനെ ചെറിയ തീയിലിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. വഴറ്റി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് കടലയിലേക്ക് ആഡ് ചെയ്യാം. അടുത്തതായി ഉള്ളി ആഡ് ചെയ്തതിന് ശേഷം ആ സെയിം പാനിൽ തന്നെ 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മസാലപ്പൊടി ഇവയുടെ കോമ്പിനേഷനാണ് ഈ കാണുന്നത്. ഇതിനി നല്ലതുപോലെ വഴറ്റാം. അങ്ങനെ നല്ലതുപോലെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മൂക്കാറായി. ചെറിയ തീയിൽ അല്പസമയം മാത്രമേ ഇത് വഴറ്റാവൂ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഞാൻ ഇത് തീ ഓഫ് ചെയ്തു. ഇനി ഈ തീയിൽ മാത്രം ഒന്ന് കരിഞ്ഞു പോയാൽ ടേസ്റ്റ് വ്യത്യാസം വരും. ഇതിപ്പോൾ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് കൂടി ഇടുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഇതിനകത്ത് കറിവേപ്പില ചേർത്തിട്ടില്ല, കാരണം മഴ പെയ്യുന്നത് കൊണ്ട് കറിവേപ്പില എടുക്കാൻ ഞാൻ പോയില്ല. ഇനി നമുക്ക് ഇത് വേവിച്ച് വച്ചിരിക്കുന്ന കടലയിലേക്ക് ആഡ് ചെയ്യാം. കടലയിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മസാല റൈസ്. അങ്ങനെ ഇന്ന് സാറ്റർഡേ ദിവസത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ചൂട് ദോശ ഒരു പാത്രത്തിൽ ചുട്ട് വെച്ചിരിക്കുന്നു. ഇനി നമ്മൾക്ക് വേവിച്ച് വച്ച കടലയോടൊപ്പം ഇത് കഴിക്കാം. നല്ല ചാറ് കുറുകിയ നല്ല കടലക്കറി ചൂടോടെ ഇതായിരിക്കുന്നു. ഇനി ഈ ദോശയും കൂട്ടി കഴിക്കാനായി ചൂട് ദോശയും കടലയും പാത്രത്തിലെടുത്ത് വെച്ചു. ഇനി ഞാനിത് കഴിക്കാൻ പോകുന്നു. ഹലോ ഗായ്സ്, അങ്ങനെ ഞാൻ ചൂട് ദോശയും കടലയും ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ്. എനിക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിനാണ് ഞാൻ മടിയിൽ വെച്ച് കഴിക്കുന്നത്. ഒരു രക്ഷയില്ല, കിടിലൻ. ഞാൻ ഉണ്ടാക്കിയ കറിയെ ഞാൻ തന്നെ പുകഴ്ത്തുന്നു. എനിക്ക് ചാവല്ല ഇഷ്ടം, കടല മാത്രമാണ്. അതുകൊണ്ട് അത് മാത്രമാണ്. കണ്ട ഞാൻ മടിയിലോട്ട് വെച്ച് കഴിക്കുക.
എന്നാലേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും, അതുകൊണ്ട്. ആണ്ടോ കൂട്ടുകാർക്കും തരാം. അടിപൊളി. ഇതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ബെസ്റ്റ് ഫുഡ്. കാരണം ഇതിനകത്ത് പ്രോട്ടീനും എല്ലാം അടങ്ങിയിട്ടുണ്ട്. സോ പുതിയൊരു വീഡിയോയുമായിട്ട് വൈകിട്ട് കാണാം കൂട്ടുകാരെ. കൂട്ടുകാരെ, ഞാൻ ദോശയെല്ലാം കഴിച്ചു. ഇനി അടുത്തത്, ഇന്ന് നമ്മുടെ വീട്ടിലെ ഒരു ലേഡി, സ്ഥിരം 10-20 കൊല്ലമായിട്ട് മീൻ കൊണ്ട് തരുന്നൊരു ലേഡിയാണ്. അവർ മത്തി കൊണ്ട് തന്നു. ഇനി അത് കട്ട് ചെയ്യാൻ പോവുകയാണ് കൂട്ടുകാർ. ഇന്ന് കൊണ്ടുവന്ന ആ ഫ്രഷ് മത്തി, ഇനി ഇത് ഞാൻ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവുകയാണ്. കുറച്ച് എടുത്ത് പൊരിക്കും. മത്തി എല്ലാം വൃത്തിയായി കട്ട് ചെയ്ത് കഴുകി അതിനകത്ത് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മസാലപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ആവശ്യത്തിന് ഉപ്പും എല്ലാം ചേർത്ത് നല്ല പുരട്ടി, നല്ല മസാലയെല്ലാം പുരട്ടി എണ്ണയിൽ നല്ല വറുത്ത് വെച്ചിരിക്കുന്ന മത്തിയാണിത്. ഇനി അടുത്തത് തോരൻ വയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ ഫിഷ് ഫ്രൈ എല്ലാം റെഡിയായി. അടുത്തത് പയർ തോരനാണ്. പയർ കഴുകി അടുപ്പത്ത് വെച്ചു. 1/4 കപ്പ് തേങ്ങ, അല്പം മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം ജീരകം, 2 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടെ മിക്സിയിൽ അരച്ച് നല്ല രീതിയിൽ ഇതിനകത്ത് തോരനകത്ത് ഇട്ട് ഇളക്കി വെച്ചിരിക്കുന്ന പയർ തോരനാണിത്. ഇനി അടുത്തത്, ഇന്നലത്തെ പുളിശ്ശേരി ഫ്രിഡ്ജിലിരുന്നത്, ചാളമുളകിട്ടത് ഫ്രിഡ്ജിലിരുന്നത്, ഇന്നലത്തെ ചോറ് ഫ്രിഡ്ജിലിരുന്നത് ചൂടാക്കി വെച്ചിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ എൻ്റെ ഫുഡ്. പുതിയൊരു വീഡിയോയുമായിട്ട് വൈകിട്ട് കാണാം കൂട്ടുകാരെ.